അന്യോങ്ങാമീസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ഗലാട്ട കല്യാണം മിനി സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് വരാടാ, എന്നാലേ നിങ്ങൾക്ക് കഥ മനസ്സിലാവും. ഞാൻ എവിടെ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്തതെന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല, നേരെ നമുക്ക് എപ്പിസോഡിലോട്ട് കിടക്കാം. ഇപ്പോൾ കാണിക്കുന്നത് ചോയ് മുത്തശ്ശൻ്റെ റൂമിലാണ്. കക്കാൻ അവസരം ഉണ്ടോയെന്ന് എങ്ങനെയും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടിപ്പട്ടാളങ്ങൾ കാരണം തേക്ക് ഇരുന്നെടുത്ത് നിന്ന് ഒന്ന് അനങ്ങാൻ പോലും പറ്റണില്ല. ഇതിനെയൊക്കെ ഇവിടുന്ന് കൊണ്ടോ ഒറ്റ എണ്ണോ ഇല്ല ഇവിടെ. ദൈവമേ, ഞങ്ങൾ രണ്ടും ഇവിടെ മുരടിച്ചിരുന്ന് പോവേ ഉള്ളൂ. പ്രതിഷ്ഠ ടേയോങ്, പ്രതിഷ്ഠ ചേക്ക്. ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായിട്ട് ഇരിക്കണണ്ടില്ലേ, ചിക്കൻ പീസും കഴിച്ച്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്തോ. തീറ്റ കണ്ടിട്ട് എന്തോ വലിയ ആലോചനയിലാണ്. ആ ടൈമിന് ഒരു ആന്റി വന്ന് ചോയ് മുത്തശ്ശന്റെ റൂമിൽ നിന്ന് കളിച്ചോണ്ട് നിന്ന പിള്ളേരെ പുറത്തിറക്കുവാണ്. കൊണ്ടുപോ. ഓ, സമാധാനായി. ഇറങ്ങും പിള്ളേരെ, ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇരിക്കുന്ന റൂമാ. ഇറങ്ങ്. ഇനി ഈ റൂമിൽ നീയൊക്കെ കയറുന്നത് ഞാൻ കണ്ട പിന്നെ എല്ലാറ്റിനെയും വല്ല റൂമിലിട്ട് പൂട്ടിക്കളയും. നിക്കട പിള്ളേരെ അവിടെ. ആ ആന്റിയെ കൊഞ്ഞണോ കുത്തിയിട്ട് ആ റൂമിൽ നിന്ന് ഓടി പുറത്തു പോവാണ് പിള്ളേര്. പിള്ളേരുടെ പുറകെ ആ ആന്റിയും പോവാണ്. ആ സമയം ഇവിടെ അപ്പൊ ഇവിടെ കുറെ ഉണ്ടല്ലേ. കറക്റ്റ് സ്ഥലത്താ ദൈവമേ നിങ്ങൾ കൊണ്ടെത്തിച്ചത്. നിങ്ങൾ മുത്താണ്. ഒന്നും പേടിക്കണ്ട ആന്റി, എല്ലാം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന് മനസ്സിലും വിചാരിച്ച് ഇരുന്നിടത്ത് നിന്നും പതിയെ എഴുന്നേക്കാണ്. ആരേലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ എഴുന്നേറ്റോണ്ടിരിക്കുമ്പോ കറക്റ്റ് ടൈമിന് ചോയ് മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരാണ്. ഈ കിളവന് എന്തിന്റെ കേടാ, തിന്നത് വല്ല എല്ലിന്റെ ഇടയിൽ കയറി എന്തോ. റബ്ബർ പന്ത് പോലെ ഇപ്പൊ താഴോട്ട് പോയതല്ലേ ഉള്ളൂ. അയ്യോ, മനുഷ്യനെ മനസമാധാനമായിട്ട് കക്കാനും സമ്മതിക്കൂല എന്നും പറഞ്ഞ് ചോയ് മുത്തശ്ശനെ നോക്കി തന്നെ താഴെ ഇരിക്കാണ്. പതിയെ ഇരുന്ന് ഒന്ന് നടു നിവർത്തിയുള്ളൂ. അപ്പോഴേക്കും ഒരു വലിയ സാധനം ടേയോങ്ങിന്റെ കാലിലെടുത്ത് വെക്കാണ് ജേക്കെ. വലിയ വെയിറ്റ് ഉള്ള ഒരു പെട്ടിയാണത്. അത് കേൾക്കുന്നതും ജേക്കെ ആ പെട്ടിയുടെ മുകളിൽ കയറിയിരിക്കാണ്. അതിനടിയിൽ ടേയുടെ കാലുണ്ടെന്ന് ഓർക്കണം. ഉറക്കെ ഒന്ന് കരയാൻ തോന്നുന്നുണ്ട് ടേക്ക്. പക്ഷെ ചോയ് മുത്തശ്ശൻ അവിടെ ഉള്ളതുകൊണ്ട് അതൊന്നും പറ്റാണ്ട് പതുക്കെ കരയാണ്. അപ്പൊ ചോയ് മുത്തശ്ശന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ഹലോടാ, പറയ്. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് കയറി വന്നതേ ഉള്ളൂ. നിനക്കൊക്കെ അത് ഒറ്റയ്ക്ക് പറ്റൂലടാ. ഇതിനെല്ലാം ഞാൻ തന്നെ വരണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം തന്നെടാ. ശരി, ദാ വരുന്നു. ചോയ് മുത്തശ്ശൻ കോള് വിളിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് പോവാൻ ഇറങ്ങുവാണ്. അപ്പൊ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാ വലത്തെ കാലുകൊണ്ട് ജേക്കെ ചവിട്ടിയിട്ടതാണ്. എടാ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. എന്തോ അവിടെ ഒരു ശബ്ദം കേട്ടല്ലോ. ഇനി വല്ല എലിയോ ആണോ? വരുന്നെടാ. എടാ ജോയിയെ, ഇവിടെ എന്റെ റൂമിൽ എലിക്കുള്ള മരുന്ന് അടിക്കാൻ പറയണേ. എന്റേത് മാത്രമല്ല, എല്ലാ റൂമിലും അടിച്ചോളാൻ പറ. ശരി. അങ്ങനെ സംസാരിച്ച് എന്നെ ചോയ് മുത്തശ്ശൻ വീണ്ടും നേരെ താഴേക്ക് പോവാണ്. അപ്പൊ ഇവിടെ കോലമോട് ആ കിളവൻ എലിയാണെന്ന് വിചാരിച്ചത് എന്തോ ഭാഗ്യം. ഇരിക്കണാണ്ടില്ലേ, ഒറ്റ ചവിട്ടോട്ടി കൊടുത്തോണ്ടല്ലോ. ഇപ്പൊ എന്ത് ചെയ്താലാണാവോ ഈ കാലൊന്ന് നേരെയാവുക. അല്ല, ഇപ്പോഴല്ലേ ആ കിളവൻ താഴേക്ക് പോയത്? ആ പറച്ചില് കേട്ടിട്ട് ഇനി കുറെ നേരത്തേക്ക് അങ്ങേരിങ്ങോട്ട് വരുമെന്ന് തോന്നണില്ല. അതിനുള്ളിൽ ഇവിടെ നിന്നെല്ലാം കാലിയാക്കണം എന്നും പറഞ്ഞ് വീണ്ടും എഴുന്നേക്കാണ്. പക്ഷെ അപ്പോഴേക്കും പുറത്തു നിന്ന് ആരോ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കാണ്. ടപ്പേന്ന് പറഞ്ഞ അവിടെ തന്നെ ഇരിക്കാണ് അയ്യോ, കയ്യിൽ കിട്ടിയത് വായിലെത്താത്തത് പോലുണ്ടല്ലോ ദൈവമേ. ഇതെന്തോന്നൊരു കഷ്ടമാണെന്ന് നോക്കണേ ദൈവമേ. ഈ ലോകത്ത് ഒരു കള്ളന്മാർക്ക് ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടാക്കല്ലേ. ഇപ്പൊ ഏത് കിഴങ്ങന്മാരാണോ എന്തോ. അപ്പൊ ആ വന്ന് കയറിയത് ജൂണിച്ചനും ജിന്നേട്ടനുമാണ്. അപ്പോ ജൂണിച്ചൻ വന്നിട്ട്, ഈ മുത്തശ്ശന് ഇതെന്തോന്നു മിന്നലാ? ഇത്രയും പ്രായമായിട്ടും കണ്ടോ ആ ഒരു വിൽപ്പവര്? നമ്മളവിടെ താഴെ നിന്നപ്പോ പെട്ടെന്ന് കാണാണ്ടായില്ലേ. ഇതാ കാര്യം. പിന്നെ മുത്തശ്ശനുള്ളതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇന്നേ വരെ ഒരു കള്ളനും കയറിയിട്ടില്ല. നിനക്കറിയോ? ഏതേലും കള്ളന്മാരെ മുത്തശ്ശന്റെ കയ്യിൽ കിട്ടിയ പിടിച്ചിരിഞ്ഞിരിക്ക്, അത്രേ ഉള്ളൂ. കള്ളം പറയുന്നതും കള്ളം ചെയ്യുന്നതും മുത്തശ്ശന് ഇഷ്ടമല്ല. ഭാഗ്യം, അങ്ങേരെങ്ങാട് എന്നെ കണ്ടിരുന്നേ തീർന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങേര് കിടലം തന്നെ. അയ്യോടാ മണ്ടൻ ജിന്നെ, നീ ആ കള്ളന്മാരെ പിടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? അല്ലാണ്ട് ഇവിടത്തെ കല്യാണം കൂടാനല്ലോ. അല്ല ജൂണേ, നമുക്ക് മുത്തച്ഛനെ നാളെ പരിചയപ്പെട്ടാ പോരാ, ഇന്ന് എന്നെ പരിചയപ്പെടണം. അപ്പൊ ഇന്ന് തന്നെ എന്റെ പെട്ടിക്ക് ആണി അടിക്കാല്ലേ. അയ്യോ ദൈവമേ, കാത്തോണ്ടേ. അപ്പൊ ഇതേ സമയം ഇവിടെ റൂമിന് പുറത്ത് ഹോബിച്ചൻ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇവര് രണ്ടിനെയും ഫോളോ ചെയ്ത് ആ കിളവന്റെ കൂടെ ഫോട്ടോയിലുണ്ടായിരുന്നവനല്ല നിക്കണേ. അപ്പൊ ടാർഗറ്റ് നമ്പർ 2. എന്നാലും ആ ടാർഗറ്റ് നമ്പർ 1 ഇതെവിടെ പോയി? ഇതാരുടെ റൂം ആയിരിക്കും എന്നും പറഞ്ഞ് ഒളിഞ്ഞു നോക്കുമ്പോ അവിടെ ചോയ് മുത്തശ്ശന്റെ വലിയൊരു ഫോട്ടോ ഫ്രെയിം ഇരിപ്പുണ്ട്. അപ്പൊ ഇതാ പരട്ടക്കിളവന്റെ റൂമാണ്. തേടിയ 2 വള്ളികൾ കാലിച്ചുറ്റി. ഇപ്പൊ ആദ്യം ടാർഗറ്റ് നമ്പർ 2നെ തട്ടിക്കളയാം. അല്ല, ഇവനെ തട്ടിയാ കൂടെ നിൽക്കുന്ന പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാ? ഈ രണ്ടത്തിനെ ഒരുമിച്ചൊക്കെ തട്ടിക്കളയാ. യെസ്. അപ്പൊ ഒരു വെടിക്ക് 3 പക്ഷി, ഇല്ല 2 പക്ഷി.
എത്ര പക്ഷിയായാലും ഒരുമിച്ച് നമ്മൾ കൊല്ലും, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ടേയും ചേക്കിയും കാണിച്ചാ ടേ അവിടെ തലയെ കൈവച്ചിരിക്കാണ്. അയ്യോ ദൈവമേ, എന്റെ അവസ്ഥ ഈ ലോകത്ത് വേറെ ഒരു കള്ളന് കൊടുക്കല്ലേ. ഓ തേ ഒരു തിരിക്കണുണ്ടല്ലേ. ദിവ്യശ്രീ ജേക്കി ആനന്ദ തിരുവടികൾ. ഒരു ചവിട്ട് കൊടുക്കട്ടെ. വേണ്ട, അവൻ എന്നെ തിരിച്ചെടുത്തിട്ട് മെതിക്കും. അപ്പൊ പെട്ടെന്ന് ചേക്കി ചാടി എഴുന്നേക്കാണ്. ഇവന്റെ ആസനത്തിൽ ആരെങ്കിലും തീ വെച്ചാ? ഇവിടെ എഴുന്നേക്കാന്തടാ, ഉമ്മാർ നിന്റെ ആസനം എല്ലും പല്ലും എല്ലാം അടിച്ചിളക്കും. മര്യാദക്ക് ഇവിടെ ഇരിയടാ. ഇതൊന്നും കേൾക്കാതെ ജേക്കി അവിടെ എഴുന്നേക്കാണ്. ബോൾ 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 എന്നും പറഞ്ഞ് നേരെ ചെന്ന് 2 മെറ്റൽ ബോൾ എടുക്കാണ്. മെറ്റൽ ബോൾ എന്ന് പറയുമ്പോ അതിന് നിങ്ങൾ വിചാരിക്കുന്നത്ര ഭയങ്കര വലിയ ഭാരമൊന്നുമില്ല, എന്നാലും തരക്കേടില്ലാത്ത ഭാരമൊക്കെ അതിനുണ്ട്. ജേക്ക് എഴുന്നേറ്റ സമയം ജിന്നേടനും ജൂണിച്ചനും എന്തോ ശബ്ദം കേട്ട് വേറൊരു ഭാഗത്ത് നോക്കാണ്. അതുകൊണ്ട് തന്നെ ജേക്കയെ കാണുന്നില്ല. സോ അപ്പൊ ടേ എഴുന്നേറ്റ് ജേക്ക് അവിടെ പിടിച്ചെടുത്താണ്. ജസ്റ്റ് മിസ്, ഇപ്പൊ ചത്തേനെ. ഇടാ പട്ടി, നീ എന്റെ കാലിനായിട്ടാണോടോ അവതരിച്ചേക്കണേ? നിന്നെയും കൊണ്ട് ഏത് വഴിക്ക് പോയാലും എന്റെ ഗതി ഇത് തന്നെ, പൊന്നപ്പട്ടി. ആ ടൈം ജേക്കയുടെ കയ്യിൽ വെച്ചിരുന്ന 2 മെറ്റൽ ബോൾസിൽ ഒന്ന് ടേയുടെ കാലിലോട്ട് വീഴാണ്. അമ്മേ, എന്റെ കാലേ, അയ്യോ ഈ കാലമാടൻ എന്നെ കൊന്നേയും. ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലും പറ്റൂലല്ലോ ദൈവമേ, പേറ്റ് തലയുന്നു എന്നും പറഞ്ഞ് മനസ്സിലെ ജേക്കയെ പ്രാഗിക്കൊണ്ട് കാലും തടവി ഇരിക്കാണ്, ഉറക്കെ കരയാൻ പോലും പറ്റാണ്ട്. അപ്പൊ ഈ ശബ്ദം കേട്ടിട്ട് ജോണിച്ചനും ജിന്നേട്ടനും കൂടി നച്ചലിയാടാ അത്? നച്ചലിയൊന്നുമല്ല, ഇത് മറ്റേ വീട്ടലിയാണെന്ന് തോന്നുന്നു. ആന്നേ, ഇതൊക്കെ എനിക്കറിയാം. യുനോ വാട്ട്, ഞങ്ങളുടെ ട്രെയിനിങ്ങിനൊക്കെ ഞങ്ങളെ ഈ എലിയൊക്കെ ഉള്ള കേവ്സിൽ കൊണ്ടിടും. ഓ മാൻ, എലി. അയ്യോ അയ്യോ, എവിടെ എവിടെ ഊതിക്കോ, പക്ഷെ പറപ്പിക്കരുത്. എലിയൊന്നുമില്ല, നിന്റെ ധൈര്യം കാണാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞതാ. താഴെ ഇറങ്ങിക്കോടാ. ചുമ്മാതാ. ഞാനും എങ്ങനെയാ ഒരു പോലീസുകാരൻ പേടിക്കുന്നതെന്ന് കാണിച്ചു തന്നതാ. മനസ്സിലായി. ഈ മുത്തച്ഛൻ ഇത് എപ്പോ വരുമോ ആവോ? അപ്പുച്ചിൻ, എടാ ജൂണേ, ഇവിടെ നല്ല പൊരിച്ച കോഴിയുടെ മണമല്ലേ? ആടാ, നല്ല മണമുണ്ട്. അതേസമയം ഇവിടെ ടേ അതെല്ലോ, അടുത്തുനിന്നാണല്ലോ ഇത്രയും മണം. ഓ, ഈ കുട്ടിച്ചാത്തന്റെ നാണല്ലേ? എടാ അടുത്ത് ഒളിപ്പിച്ച് വെക്കടോ. അങ്ങനെ എടുത്തിട്ടേ ഒന്ന് ഒളിപ്പിച്ച് വെക്കാണ്. അപ്പൊ ഇവിടെ റൂമിന് പുറത്ത് ഒരു തോക്ക് ഇവർക്ക് നേരെ ചൂണ്ടി നിൽക്കാണ് ഹോബിച്ചൻ. നിന്നൊക്കെ ഞാൻ നിയമപുരിക്ക് അയക്കോടാ. എന്നിട്ട് പതിയെ തോക്ക് ലോഡാക്കുവാണ്. ഇതേ സമയം ഇവിടെ അകത്ത് ജേക്കെ ചുമ്മാ ഇരിക്കാണ്ട് ടേ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്ന ചിക്കൻ പൊരിച്ചത് ഒരു കയ്യില് കപ്പലിന്റെ കഴിക്കുന്ന പോലെ കഴിച്ചോണ്ട് മറ്റേ കയ്യില് മെറ്റൽ ബോൾ എടുത്ത് എറിഞ്ഞു കളിക്കാണ്. ഇത് ജിന്നേട്ടൻ കാണുവാണ്. ജിന്നേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂല് ആളില്ലാത്ത ഒരു സ്ഥലം, അവിടെ ഒരു മെറ്റൽ ബോൾ മുകളിലോട്ട് പോകുന്നു, താഴെ വരുന്നു, മുകളിലോട്ട് പോകുന്നു, താഴെ വരുന്നു, മുകളിലോട്ട് പോകുന്നു, താഴെ വരുന്നു. ഇതാണ് കാണുന്നത്. എന്താടാ, എന്തുപറ്റി? അയ്യോ, ഇവിടെ പ്രേതമുണ്ടടാ. പ്രേതോ? അതും ഇവിടെയാ? എവിടെ? അവിടെ ആ കൗച്ചിന്റെ പുറകില്. എവിടെ? അവിടെ ഒന്നുമില്ലടാ. നീ എന്താ കണ്ടേ? ഒരു ബോൾ മുകളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു. പക്ഷെ ഞാനൊന്നും കാണുന്നില്ലല്ലോ. എടാ അവിടെ ഉണ്ട്, നീ നോക്ക്. വാ, നമുക്കെന്താ നോക്കി കളയാം എന്നും പറഞ്ഞ് ഇവര് ടേയും ചേക്കി ഇരിക്കുന്ന ഭാഗത്തേക്ക് നടക്കാണ്. ഇതേ സമയം ഹോബിച്ചൻ, ശിഷ്, യുവമാരിത് ഇങ്ങോട്ട് ഈ പോണേ, ഒരിടത്ത് തുടങ്ങുന്നില്ലടാ ബ്ലഡി ഫൂൾസേ. ഞാനൊന്നും മര്യാദയ്ക്ക് ഒരു കൊലപാതകം നടത്തട്ടെ, യൗമാരിത് കൊളവാക്കും. അധികം വൈകാതെ യൗമാരെ അങ്ങ് തട്ടിക്കളഹോപ്പാ എന്നും മനസ്സിൽ പറഞ്ഞ് വെടിവെക്കാണ്. ആ ടൈം ആ തോക്കിന്ന് ഒരു പ്ലാസ്റ്റിക് കിളി വരികയാണ്. കറക്റ്റ് സമയത്തിന് ഇത് വർക്കാവേ ഇല്ല. എന്നിട്ട് അതിനൊരു നല്ലൊരു അടി കൊടുക്കാണ്. അപ്പൊ ആ കിളിയുടെ ദേഹം തുറന്ന് അതിൽ നിന്ന് 2 സിറിഞ്ച് പുറത്തോട്ട് വരാണ്. 2 കൊടുത്തപ്പോ ശരിയായി. അയ്യോ, അങ്ങോട്ട് വെടിവെക്ക, യൗമാരുടെ നെഞ്ചത്തോട്ട് തന്നെ എന്നും മനസ്സിൽ പറഞ്ഞ് ഹോബിച്ചൻ വെടിവെക്കാണ്. അതേ സമയത്താണ് ജേക്ക് ആ 2 ബോളും എടുത്ത് എറിയുന്നത്. ഹോബിച്ചന്റെ പോയിസൺ സിറിഞ്ച് പറന്ന് ജിന്നേട്ടന്റെയും ജൂണിച്ചന്റെ അടുത്തേക്ക് വരികയാണ്. ആ സമയം ജേക്ക് എടുത്തെറിഞ്ഞ ബോൾ 2 അവിടെ തട്ടി ഇവിടെ തട്ടി അതിലൊരെണ്ണം നേരെ ജൂണിച്ചന്റെ തലയ്ക്ക് പുറകിൽ വന്ന് അടിക്കാണ്. ഹോബിച്ചൻ പറത്തിയിട്ട ഒരു സിറിഞ്ചിന് തട്ടിയിട്ടിട്ടാണ് ജൂണിച്ചന്റെ തലയിൽ ആ ബോൾ വന്ന് അടിക്കുന്നത്. അപ്പൊ അതിൽ ഒരു സിറിഞ്ച് നേരെ ജിന്നേടന്റെ ബട്ടക്സിൽ പോയി കുത്തുവാണ്. ബോധം പോയി ജൂണിച്ചൻ ജിന്നേടന്റെ പുറകിൽ വന്ന് വീഴാണ്. സോ ജിന്നേടന്റെ ബട്ടക്സിലെ സിറിഞ്ച് അങ്ങനെ അമരുവാണ്. അതിലെല്ലാ മെഡിസിനും നേരെ ജിന്നേടന്റെ ബോഡിയിലേക്ക് പോവാണ്. 2 പേരും ബോധം പോയി അവിടെ തന്നെ പടേന്ന് വീഴാണ്. അപ്പൊ ഇതാണല്ലേ ഒരു വെടിക്ക് 2 പക്ഷി. അതെങ്ങനെ ശരിയാവും? 2 സിറിഞ്ചിന് 2 പക്ഷി. എന്തായാലും അങ്ങനെ ഫൈനലി 2 പേരെ തട്ടിക്കളഞ്ഞു. ഓ യെസ്. അപ്പൊ ഇവിടെ ജിന്നേടനും ജൂണിച്ചനും വീഴുന്ന കണ്ടിട്ട് എന്റെ ദൈവമേടോ പൊട്ടാ, നീ ഇതെന്തോന്നായി കാണിച്ചേ? 2 കൊലപാതകോ?
അയ്യോ ഈ കേസെല്ലാം കൂടി ഇനി എന്റെ തലയിലാവുമല്ലോ ദൈവമേ. എടാ പൊട്ട മരത്തലയാ, നീ ഏതേലും ഒരു കാര്യം മര്യാദക്ക് ചെയ്തിട്ടുണ്ടാടാ ഇതുവരെ? ഇങ്ങനെ ഇവിടെ ജെക്കിനെ വഴക്ക് പറയുമ്പോ ഇവിടെ ജെക്കെ എടുത്ത് എറിഞ്ഞ ആ 2 ബോളിൽ ഒരെണ്ണം അവിടെയും തട്ടി ഇവിടെയും തട്ടി നേരെ ടേയുടെ തലയ്ക്ക് വന്നടിക്കാണ്. അയ്യോ ഇനി ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ ദൈവമേ. അങ്ങനെ ബോധം പോവാണ് ടേയുടെ. അയ്യോ ഏട്ടാ ഉറങ്ങ, പാവോ ഉറങ്ങട്ടോ അങ്ങട്ടെ, വാ വാവോ വാ വാവോ. അത് കൊച്ചിടല്ലടാ കുക്കി. ഏട്ടാ ഉണരും. വാ വാവോ വാ വാ വാവോ. അപ്പൊ ഇവിടെ ഹോബിച്ചന്റെ മൈൻഡ് വോയിസ്, അല്ല എന്റെ ശരിക്കുള്ള ടാർഗറ്റ് ഈ ശവങ്ങളല്ലല്ലോ. അപ്പൊ ആ കിളവൻ ഈ റൂമിൽ കയറുമ്പോ ഈ 2 ശവങ്ങളെ കണ്ട എന്റെ പ്ലാൻ എല്ലാം പൊളിയൂലേ. ഷോ അപ്പൊ ഉടനെ തന്നെ ഈ 2 ബോഡി എവിടേക്കെങ്കിലും മാറ്റണം. കൂട്ടിയിട്ട് കത്തിച്ചാലോ? ചേ തീയുടെ ചൂടടിച്ച് എന്റെ ദേഹം പൊള്ളിയാലോ? അപ്പൊ ഇനി എന്താ ചെയ്യാ? യെസ്, യു ആർ സോ ബ്രില്യൻ ഹോബ. ഇത്രയും ബുദ്ധി നീ എവിടെ ഒളിപ്പിച്ചേക്കുമായിരുന്നു എന്നും പറഞ്ഞ് ഹോബിച്ച റൂമിനകത്ത് കയറാണ്. ഇതേ ടൈം ജെക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ വലിയ ബെഡിൽ വന്ന് കിടക്കുന്നുണ്ട്. ഫുൾ ബോഡി ബെഡ്ഷീറ്റ് കൊണ്ട് മൂടുകയാണ്. ഇതേ സമയം ഹോബിച്ചൻ ജോണിച്ചന്റെയും ചിന്നേട്ടന്റെയും ബോധം പോയ ബോഡി വലിച്ചഴിച്ച് ബെഡിന്റെ അടിഭാഗത്ത് വെർട്ടിക്കലായി കൊണ്ടിടുകയാണ്. അതായത് ജോണിച്ചന്റെ തല ബെഡിന്റെ അപ്പുറവശത്ത് നോക്കിയാൽ കാണാം, ഇപ്പുറം നോക്കിയാൽ കാലും കാണാം. അപ്പൊ ജെക്കെ തല മാത്രം ആ പുതപ്പിന് പുറത്തിട്ട് നോക്കുകയാണ്. അയ്യോ പാവം, ആരാന്തോ കാലെടുക്കാൻ പറഞ്ഞത്. ഷോ സാരമില്ല, ഞാൻ എടുത്തു കൊടുത്ത് സഹായിക്കാം എന്നും പറഞ്ഞ് ആ കാല് മുന്നിലോട്ട് വലിക്കുന്നെന്നും പറഞ്ഞ് ജെക്കെ പുറകിലേക്ക് തള്ളിവിടുകയാണ്. ആ കാലെവിടെ പോയി കാല് പോയി. ഇത്രയും ചെയ്തിട്ട് ജെക്കെ ആമ കയറുന്നത് പോലെ തിരിച്ച് ബെഡ്ഷീറ്റിനകത്ത് തന്നെ കയറാണ്. ആ സമയത്താണ് ജിന്നേട്ടനെയും വലിച്ചഴിച്ച് ഹോബിച്ചൻ അങ്ങോട്ട് വരുന്നത്. അപ്പൊ അപ്പുറത്തെ വശത്ത് വായും തുറന്ന് കിടക്കുന്ന ജൂണിച്ചനെയാണ് ഹോബിച്ചൻ കാണുന്നത്. ഇവനെ ഞാൻ ഇങ്ങനെ അല്ലല്ലോ കൊണ്ടിട്ടിരുന്നത്, ഇവനിതെങ്ങനെ ഇങ്ങ് വന്നത്? എന്നിട്ട് വീണ്ടും ജൂണിച്ചനെ കാല് വലിച്ച് താഴോട്ട് കിടത്തുകയാണ്. അല്ലേ വേണ്ട, ഇങ്ങനെ കിടന്നാലല്ലേ പ്രോബ്ലം, ഇനിയും പുറത്ത് വന്നാലോ? നേരെ കിടത്താം എന്നും പറഞ്ഞ് ജൂണിച്ചന്റെ കാലും വലിച്ച് നേരെ കിടത്തുവാണ്. അടുത്ത് ജിന്നേട്ടനെ അങ്ങനെ കൊണ്ട് കിടത്തുന്ന ടൈം പടിയെന്ന് ജിന്നേട്ടന്റെ തല പുറകിലെടുക്കാണ്. അതെന്താ ഒരു ശബ്ദം? ജസ്റ്റ് ഡോണ്ട് കെയർ. അപ്പോഴേക്കും ഹോബിച്ചൻ താഴെ നോക്കുമ്പോ വീണ്ടും 2 കാലുകൾ മാത്രം പുറത്തോട്ട് വന്ന് കിടക്കുന്നു. ആരുടേതാന്ന് നോക്കിയാ അത് ജൂണിച്ചന്റെയാണ്. ഈ നീളം കൂടിയമ്മമാരെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. എന്നിട്ട് കാല് പിടിച്ച് ഒരൊറ്റ വലിയ. അപ്പൊ ജൂണിച്ചൻ താഴോട്ട് വരാണ്. അയ്യോ എടാ മണ്ണ ഹോബ, താഴോട്ടല്ലടാ മുകളിലേക്ക് തള്ളിക്കയറ്റ് എന്നും പറഞ്ഞ് ഹോബിച്ചൻ ജൂണിച്ചനെ കാലില് തള്ളി മുകളിലേക്ക് കയറ്റാൻ നോക്കാണ്. അപ്പൊ ജൂണിച്ചന് ചെറുതായി ബോധം വരുന്നുണ്ട്. ആ ടൈം പെട്ടെന്ന് ഹോബിച്ചൻ ഉള്ള ശക്തി മുഴുവൻ എടുത്ത് തള്ളുന്നത് കൊണ്ട് തന്നെ ജൂണിച്ചന്റെ തല ചെന്ന് പുറകിലെ ഭിത്തിയിലിടിച്ച് വീണ്ടും വന്ന ബോധം പോവാണ്. ഇനി ആ കിളവന് ഈസി ആയിട്ട് തട്ടാം. എന്റെ അമ്മ ഉയർത്തുപോയി എന്നും പറഞ്ഞ് ഹോബിച്ചൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്. ആ സമയം ജെക്കെ ബെഡിൽ നിന്ന് താഴെ ടപ്പേന്ന് വീഴാണ്. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഇഗ്നോർ ചെയ്യാണ് ഹോബിച്ചൻ. എന്നിട്ട് വീണ്ടും റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുന്നതും അതാ ചൊയ്മുത്തശ്ശൻ സ്റ്റെയർ വഴി കയറി വരുന്നത് ഹോബിച്ചൻ കാണാണ്. അങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് നേരെ അകത്തേക്ക് തന്നെ ഓടിക്കയറാണ് ഹോബിച്ചൻ. എന്നിട്ട് ആ ബെഡിനടിയിൽ, അതായത് ജിന്നേടനെയും ജൂണിച്ചനെയും ഇട്ടേക്കുന്ന അതിന്റെ ഒരു സൈഡിലായിട്ട് പറ്റിച്ചേർന്ന് കിടക്കുകയാണ്. അപ്പൊ ഹോബിച്ചന്റെ മൈൻഡ് വോയിസ്, അല്ല ഞാൻ എന്തിനാ അങ്ങേരെ പേടിച്ച് ഈ കട്ടിലിനടി കയറി വിളിക്കണേ? ഞാൻ അങ്ങേരെ തട്ടിക്കളയാൻ വന്ന ആളല്ലേ, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? അപ്പൊ ഹോബിച്ചന്റെ മറ്റൊരു സെൽഫ് വന്നിട്ട്, എടാ പൊട്ടാ, ആരാ നീ, എന്തിനാ വന്നേ? നിന്റെ അച്ഛൻ പെണ്ണ് കെട്ടാൻ വന്നതാ. ഇവിടെ വെച്ചാ കല്യാണം? ഓ എടാ പൊട്ടാ, ഇത് ഞാനാ നിന്റെ ട്രൂ സെൽഫ്. അപ്പൊ ഞാനാ നിന്റെ വേസ്റ്റ് സെൽഫ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ അങ്ങേരെ തട്ടിക്കളയാൻ വന്നതാണേലും ഇവിടെ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് വളരെ നല്ല തീരുമാനം. കാരണം അയാൾ കയറി വരുമ്പോ നിന്നെ കണ്ട കൂക്കി വിളിച്ച് ആളെ കൂട്ടും, പിന്നെ എല്ലാം കൂടി നിന്നെ ആയിരിക്കും ചവിട്ടി കൂട്ടുക. അതും ശരിയാണല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഒളിച്ചിരുന്നിട്ട് തക്ക സമയമാകുമ്പോ അങ്ങേരങ്ങ് തട്ടിക്കളഞ്ഞാ മതി. മനസ്സിലായോ? മനസ്സിലായി. അപ്പോഴേക്കും ട്രൂ സെൽഫ് അങ്ങ് മറഞ്ഞു പോവാണ്. ആ കിളവൻ ഒറ്റയ്ക്കായിരിക്കോ കയറി വരുന്നത്, അതോ കൂട്ടത്തോടെ ആയിരിക്കോ? എങ്ങനെയായ നിനക്കെന്താടാ ഹോബ? ഇത്ര പേർ വന്നാലും നീ അവർക്കെതിരെ നിൽക്കും. നിന്നാ മതിയായിരുന്നു. ഇനി ഇത് എത്ര നേരം ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ ദൈവമേ. ഒരു സീരിയൽ കില്ലറിന്റെ ഒക്കെ ഓരോ അവസ്ഥകളെ. ആ സമയത്താണ് ചോയ്മുത്തശ്ശൻ റൂമിലേക്ക് കയറുന്നത്. ഇതേ ടൈം തന്നെ ആ ബെഡിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് താഴെ വന്ന് വീണ ജെക്കെ സൈഡിൽ നിന്ന് ഉരുണ്ട് വന്ന് ബോധം പോയി കിടക്കുന്ന ജിന്നേട്ടനെ വന്ന് ഇടിക്കാണ്. ആ ഫോഴ്സിൽ ഇങ്ങേ അറ്റത്ത് കിടന്നിരുന്ന ഹോബിച്ചൻ ഉരുണ്ട് അപ്പുറത്തെ വശത്തായി പോവാണ്. അതേ ടൈമിൽ തന്നെയാണ് ചോയ്മുത്തശ്ശൻ കതക് തുറന്ന് റൂമിൽ കയറുന്നതും ഹോബിച്ചനെ കണ്ടില്ല എന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. അതേ ടൈമില് ചോയ്മുത്തശ്ശൻ തിരിയാൻ പോകുന്നുണ്ടെങ്കിലും ഒരു പയ്യൻ അങ്ങോട്ട് വന്ന് ചോയ്മുത്തശ്ശനോട് സംസാരിക്കാണ്. അതുകൊണ്ട് തന്നെ ഹോബിച്ചൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മുത്തശ്ശ
എന്താടാ? മുത്തശ്ശനെ താഴെ ആൾക്കാർ തിരക്കാണ്, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇതെന്ത് കഷ്ടമാണ് എന്റെ ദൈവമേ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നതേ ഉള്ളൂ, ഇനി എനിക്കങ്ങ് വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ. ഇല്ല മുത്തശ്ശൻ വന്നേ പറ്റൂ, നീ പോടാർക്ക എന്നും പറഞ്ഞ മുത്തശ്ശൻ അകത്ത് കയറുവാണ്. ബട്ട് ഇവിടെ കട്ടിലിനടിയില് ഹോബിച്ചനും ജെക്കയും മുട്ടനടി. ഇതെന്തോന്നിത്? ഇവിടെ വല്ല കുട്ടിച്ചാത്തനും ഉണ്ടാ? എന്നെ തള്ളി പുറത്തിടാനും മാത്രം ധൈര്യമുള്ള ഏത് കുട്ടിച്ചാത്തനാണെന്ന് എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞ് ഉരുണ്ടുരുണ്ട് വന്ന് ജോണിച്ചന്റെ ബോഡിയിൽ ഇടിക്കാണ്. ആ ഫോഴ്സില് ഇപ്പുറത്ത് കിടന്നിരുന്ന ജെക്കെ അപ്പുറത്തെ സൈഡിൽ പുറത്താവാണ്. ഇതെന്തോന്നിത്? ഞാൻ അകത്ത് കിടന്നല്ലേ, ഇപ്പൊ ഞാനങ്ങനെ പുറത്തു വന്നു. ഇവനാ എന്നെ തള്ളി പുറത്തിട്ടത് എന്നും പറഞ്ഞ് ജിന്നേട്ടനെ ഇട്ട് ഇടിക്കാണ്. ഇടിക്കുന്നതും പോരാഞ്ഞ് കുറച്ചുകൂടെ സ്പീഡിൽ വന്ന് ജിന്നേട്ടനെ ഇടിക്കാണ്. ആ ഫോഴ്സില് ഹോബിച്ചൻ തെറിച്ച് നിരങ്ങി പുറത്തു പോവാണ്. പുറത്തുപോയി ഹോബിച്ചൻ എഴുന്നേറ്റിരുന്നിട്ട്, ഞാനിതെങ്ങനെ ഇവിടെ വന്ന്? കട്ടലിനടിയിലല്ലേ ഞാൻ കിടന്നത്? എന്നാലും അതെങ്ങനെ? എന്തായാലും ആ കിളവൻ കാണാണ്ട് പുറത്ത് സേഫായി വന്നല്ലോ, അത് എന്നെ നല്ല കാര്യം എന്നും പറഞ്ഞ് നോക്കുമ്പോ അതാകത്ത് ചോയ് മുത്തശ്ശൻ സംസാരിച്ച് നേരെ തിരിയാൻ പോവാണ്. അതുപോലെ മുത്തശ്ശനെ വിളിക്കാൻ വന്ന ആ പയ്യനും എന്തോ കാര്യം ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിയാണ്. ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഇരുന്ന ഹോബിച്ചിന്റെ കാര്യം പിന്നെ ഗുദാഹവ എല്ലാം കൂടി എടുത്തിട്ട് അലക്കോന്നുള്ളത് കൊണ്ടും പ്ലാൻ പൊളിയെന്നുള്ളത് കൊണ്ടും ആദ്യം മുട്ടിലെഴയാണ്, പിന്നീട് കിടന്നെഴയുവാണ്. ഈശ്വര, കുഞ്ഞിലെ പോലെ ഇമാതിരി എഴച്ചിലും ഞാൻ എഴഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് ഈ എഴച്ചിലഴക്കുന്ന ആ കിളവൻ എന്റെ കൈ കൊണ്ട് എന്നെ തട്ടാൻ പറ്റണേ എന്ന് മൈൻഡ് വോയിസിൽ പറഞ്ഞുകൊണ്ട് എഴഞ്ഞെഴഞ്ഞ് ഒരു പ്രതിമയുടെ അപ്പുറവശത്ത് പോയി നിൽക്കാണ് ഹോബിച്ചൻ. അവിടെ പോയി ഒളിച്ചു നിൽക്കുമ്പോ ആ പയ്യൻ വിളിച്ചിട്ട് ചോയ് മുത്തശ്ശൻ അങ്ങോട്ട് വരാണ്. എന്റെ പൊന്ന് ചെറുക്കാൻ, ഞാൻ വന്നോളാം, നീ ഒന്ന് പോവോ? മുത്തശ്ശൻ കൂടെ വന്നില്ലേ അമ്മായി എന്നെ കൊല്ലും, അതാ ഒന്ന് മൂത്രമൊഴിക്കാനും സമ്മതിക്കൂല. പ്രായമായ മനുഷ്യനാണെന്നുള്ള പരിഗണനയെങ്കിലും താടേ. മുത്തശ്ശൻ അങ്ങനെ പറയല്ലേ, നിങ്ങൾ പുലിയല്ലേ, ഞങ്ങളെക്കാളും വിൽപ്പവരില്ലേ മുത്തശ്ശന്? ഓടാ, സുഖിച്ചു എന്നും പറഞ്ഞേ മൂത്രം പിടിച്ചു വെക്കാനുള്ള വിൽപ്പവറൊന്നും ഒരു മനുഷ്യനുമില്ല. ഐ അണ്ടർസ്റ്റാൻഡ് മുത്തശ്ശ, എനിക്ക് മനസ്സിലാവും, നമുക്ക് പോവാം. ഇല്ലേ അമ്മായി ഇങ്ങ് വന്ന് എന്നെ വെട്ടും. ദേ വിളിച്ചോണ്ടിരിക്കുക. ദേ വരണ്, പോവാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി താഴേക്ക് പോവാണ്. കൃത്യം ആ ടൈമിനാണ് സാറയും ജിമിൻഷിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. എടാ ദേ പോകുന്നു മുത്തശ്ശൻ എന്നും പറഞ്ഞ് സാറ നേരെ മുത്തശ്ശന്റെ പുറകെ പോവാണ്. ഈ സമയം ജിമിൻഷി, മൂത്ത് വെച്ചണം, എനിക്ക് മൂത്ത് വെച്ചണം. എവിടെ ടോയ്ലറ്റ് എവിടെ? അപ്പോൾ തൊട്ടടുത്ത് ഒരു പ്രതിമ നിൽപ്പുണ്ട്. കയ്യിലൊരു പാത്രം വെച്ചാണ് ആ പ്രതിമയുടെ നിൽപ്പ്. സോ അത് ടോയ്ലറ്റ് ആണെന്ന് വിചാരിക്കാണ് ജിമിൻഷി. സോജു കുടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു അന്തോ കുന്തോ ഒന്നുമില്ല. അങ്ങനെ പോയി അവിടെ മൂത്രമൊഴിക്കാണ് ജിമിൻഷി. സുഖമാണി നിലാവ് ഹൈ ഹൈ ഹൈ, എന്ത് സുഖമാണി കാറ്റ് ഹൈ ഹൈ, എന്താ സുഖം. ആ സമയം ചോയ് മുത്തശ്ശന്റെ പുറകെ പോയ സാറ തിരിഞ്ഞു നോക്കുമ്പോ കൂടെ വന്ന് ജിമിൻഷിയെ കാണാനില്ല. അയ്യോ, ഈ മരത്തലേന്ന് ഇവിടെ പോയി? ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നല്ലേ? അതേ സ്പീഡിൽ തിരിച്ചു വരാണ് ജിമിൻഷിയെ തപ്പി. ആ സമയത്താണ് ജിമിൻഷി ഇമാതിരി പണി കാണിക്കുന്നത് കാണുന്നത്. കൊടുക്കാണ് അവിടെ ഏറ്റാണ് തലയ്ക്കൊരെണ്ണം. യു ക്രൂവൽ മനുഷ്യ, ഹൗ ഡെയർ യു? ക്രൂവൽ മനുഷ്യ നിന്റെ മറ്റോളടാ. അവന്റെ മറ്റോളെന്ന് പറയുമ്പോ അത് ഞാനല്ലേ? ഞാൻ എന്നെ തന്നെയാണോ ഈ പറഞ്ഞത്? അയ്യോ ഡേയ്, എന്തുവാടേ കാണിക്കണേ? വൃത്തികേട്. ഇവന്റെ പേട്ട് തലയ്ക്ക് വല്ല അടിയും കിട്ടിയ ആ വെള്ളം കുടിച്ചത് മുതലാ ഇവനീ മാറ്റം. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, കണ്ട ചപ്പ് വെള്ളമൊന്നും എടുത്ത് കുടിക്കരുതെന്ന്. ദൈവമേ, ആരേലും ഇത് കണ്ട അതോടെ തീർന്നു. ഇവന്റെ തലയ്ക്ക് പിടിച്ച കെട്ടിറങ്ങി അപ്പുറത്ത് കൊണ്ടുപോയി വല്ല തൈരും വാങ്ങിച്ചു കൊടുക്ക. എന്നിട്ട് സാറാ നേരെ ജിമിൻഷിയുടെ അടുത്ത് നിന്ന് പതിയെ വിളിക്കാണ്. ഡേ ജിമിന, ഒന്ന് വാടാ, ആരേലും ഇത് കണ്ടോണ്ട് വന്ന ആകെ തീരുമാനമാകോടാ, ഒന്ന് വാടാ പ്ലീസ്. എനിക്ക് മൂത്ത് വെച്ചണം ചേച്ചി. ചേച്ചിയാ? ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ? വാടാ, മൂത്ത് വെച്ചിട്ട് വരാം ഞാൻ. മക്കളെ, അപ്പുറം വലിയ സ്വിമ്മിങ് പൂൾ ഉണ്ട്, അവിടെ പോയി ബാക്കി വയ്ക്കാം. സ്വിമ്മിങ് പൂളാ? വാ പോവാ. വന്നേ. ഈശ്വര, ഇനി എന്തെല്ലാം പൊല്ലാപ്പോളാണോ എന്തോ വരാൻ പോകുന്നത്. ചേച്ചി വന്നില്ലേ? എനിക്ക് മൂത്ത് വെച്ചണം. ചേച്ചി വന്നില്ലേ? ഞാൻ ഇപ്പൊ ഇവിടെ പെതുക്കും. അയ്യോ ദേ വരണ്. അങ്ങനെ സാറ ജിമിൻഷി അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ടു ബി കണ്ടിന്യൂഡ്. അടുത്തെന്താ നടക്കാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഞാൻ കുറച്ച് നാൾ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീവറായിരുന്നു. ഫീവർ മാത്രമല്ല, ത്രോട്ട് ഇൻഫെക്ഷൻ, ബ്ലഡിൽ ഇൻഫെക്ഷൻ, അങ്ങനെ ആയിട്ട് കുറേ പ്രോബ്ലം ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ടാവും, സോറി. കിട്ടിയ ടൈമിൽ ഞാൻ എടുക്കുന്നതാണ്. ഇപ്പോഴാണ് എനിക്ക് കുറച്ചൊന്ന് ഓക്കെ ആയത്. സോ സോറി. ഈ സോറി പറഞ്ഞ് ഞാൻ തകർന്ന്. എനിവേ, അടുത്ത നല്ലൊരു FF5 വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു സോ മച്ച്. ആൻഡ് സാറേ, I miss you so much.